പാർത്ഥൻ, ADGP RSS നേതാക്കളെ കണ്ടു അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടത്തി. ഒരാളെ തൃശ്ശൂർ വച്ചും മറ്റൊരാളെ കോവളത്ത് വച്ചുമാണ് കണ്ടത്. ഇത് കണ്ടതുമായി ബന്ധപ്പെട്ടുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. മാത്രമല്ല സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ, അതായത് ആ വിവാഹ സമയത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ ADGPയും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ തൃശ്ശൂർ പൂരമാണ് BJPയെ ജയിപ്പിച്ചതെന്നൊരു ആരോപണം നേരത്തെ VS സുനിൽകുമാറും മുരളീധരനുമൊക്കെ ഉന്നയിച്ചിരിക്കുകയും ചെയ്തിരുന്നു. എന്താണ് ലക്ഷ്യമെന്ന് പറയുന്നില്ല എങ്കിൽ പോലും, ADGP RSS നേതാക്കളെ കണ്ടതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് പറയുന്നില്ല എങ്കിൽ പോലും ഒരു ADGP സ്വകാര്യ സന്ദർശനമാണ് നടത്തിയതെന്ന് പറയുന്നു. എന്തായിരിക്കും ഈ ഒരു കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം? ADGPയെ പോലെ ഒരാൾ, അതായത് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയും അതുപോലെ തന്നെ ബറ്റാലിയൻ്റെ ചുമതലയും ഒരേപോലെ വഹിക്കുന്ന കേരള പോലീസിലെ സൂപ്പർ DGP എന്നൊക്കെ അറിയപ്പെടുന്ന ഒരാൾ ഇത്തരത്തിൽ, അതായത് കേരളം CPM പോലൊരു ഇടതുപക്ഷ പ്രസ്ഥാനം ഭരിക്കുന്ന സമയത്ത് RSSൻ്റെ നേതാക്കളെ കാണണമെങ്കിൽ അതിൽ കൃത്യമായ എന്തെങ്കിലും കാരണമുണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അജണ്ട ഉണ്ടാകും. കാര്യം ഈ മുഖ്യമന്ത്രിയോ സർക്കാരോ അറിയാതെ ADGP ഇത്തരത്തിലൊരു രഹസ്യ സന്ദർശനം നടത്തിയാൽ അത് ഇന്റലിജൻസ് സംവിധാനങ്ങൾ വഴി കൃത്യമായി സർക്കാരിന് കിട്ടും എന്നുള്ള കാര്യം എല്ലാവരുടെയും പോലെ MR അജിത് കുമാറിനും അറിയാമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഒരു സൗഹൃദ സന്ദർശനത്തിന് വേണ്ടി മാത്രം അദ്ദേഹം, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ദത്താത്രേയ ഒസബല്ല എന്ന് പറയുന്ന ആ നേതാവിനെ കണ്ടു എന്ന് പറയുന്നു. അപ്പം അദ്ദേഹത്തെ കാണുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഒരു ബന്ധുവായിട്ടുള്ള ഒരു സുഹൃത്ത് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചപ്പോൾ പോയി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ പോവുകയാണെങ്കിൽ കൂടി ആ ഭാഗം നമുക്ക് മാറ്റിവെക്കാം. പക്ഷേ കോവളത്തെ പോയപ്പോഴും പറയുന്നത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനം കൊച്ചിയിൽ ഇട്ടിട്ട് അവിടെ നിന്ന് സ്വകാര്യ വാഹനത്തിലാണ് അദ്ദേഹം തൃശ്ശൂരിലെത്തിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കൂടിക്കാഴ്ചകൾക്ക് ഒരു രഹസ്യ സ്വഭാവം വേണം എന്ന് MR അജിത് കുമാറിന് നിർബന്ധമുണ്ടായിരുന്നു. മാത്രമല്ല വേറൊരു കാര്യം കൂടെയുണ്ട്. ഈ ഔദ്യോഗിക ആവശ്യങ്ങൾക്കല്ലാതെ ഈ പോലീസുകാരുടെ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ സ്വകാര്യ വാഹനത്തിൽ പോയത് അതുമായിരിക്കാം. പക്ഷേ രണ്ടാമത്തത് ഈ ധന്യ പറഞ്ഞതുപോലെ ഒരു അജണ്ട, കൃത്യമായി രഹസ്യ സ്വഭാവം സൂക്ഷിക്കാനുള്ള ഒരു മാർഗം സ്വീകരിച്ചതുമായിരിക്കാം. പക്ഷെ അദ്ദേഹം കോവളത്ത് ഈ റാം മാധവ്, അതായത് കേരളത്തിന്റെ ചുമതലയുള്ള RSSന്റെ നേതാവാണ്, വലിയ RSSന്റെ നേതാവാണ് റാം മാധവ് എന്ന് പറയുന്നത്. വളരെ കൃത്യമായ രാഷ്ട്രീയ തന്ത്രജ്ഞനാണ് അദ്ദേഹം. അദ്ദേഹത്തെ കോവളത്തെ ഹോട്ടലിൽ എത്തിയിട്ട് ഇദ്ദേഹം സന്ദർശിക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ കൃത്യമായ എന്തെങ്കിലും കാര്യമുണ്ട്. അല്ലെങ്കിൽ വെറും ഒരു സൗഹൃദ സന്ദർശനം മാത്രമല്ല അദ്ദേഹം നടത്തിയത് എന്നുള്ളത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷെ അത് MR അജിത് കുമാറിന്റെ എന്തെങ്കിലും ഒരു പേഴ്സണൽ ആവശ്യം നിറവേറാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കണ്ടതാണോ? ഇനി അതല്ല, സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ ഈ പ്രതിപക്ഷം അതുപോലെ തന്നെ VD സതീശനും ഒക്കെ പറയുന്നത് പോലെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു ദൂതന്റെ പണി ADGP MR അജിത് കുമാർ എടുത്തതാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇനി സംശയങ്ങൾ ബാക്കിയുണ്ട്. അതിന് തെളിയേണ്ട കാര്യമാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ MR അജിത് കുമാറിനെ പോലെയുള്ള ഒരാളെ ഇത്തരത്തിൽ ഒരു RSSുമായി ബന്ധപ്പെട്ട ഒരു ഡീലിങ്ങിന് പറഞ്ഞയക്കുമോ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. അങ്ങനെ അത്തരത്തിലൊരു വിഡ്ഢിത്തം മുഖ്യമന്ത്രി ചെയ്യുമോ? കാരണം മുഖ്യമന്ത്രിക്ക് എത്രയോ അടുത്ത ആളുകളുണ്ട്, രാഷ്ട്രീയത്തിൽ തന്നെ നിൽക്കുന്ന അല്ലെങ്കിൽ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. അവരെ ആരെങ്കിലും അയച്ചാൽ പോരെ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് ഏറ്റവും കൃത്യമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് ഇവിടെയുള്ള ഈ പോലീസുകളുടെ തലപ്പത്തുള്ള ഒരാൾ തന്നെ ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ മറ്റാരും അറിയില്ല എന്നൊരു കാര്യം, അല്ലെങ്കിൽ ഏറ്റവും സുരക്ഷിതമായിരിക്കാം, അല്ലെങ്കിൽ ഒരു കേന്ദ്ര IPSലുള്ള കേന്ദ്ര സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പോയി കാണുന്ന സമയത്ത് അത് കുറച്ചും കൂടി സുരക്ഷിതമായിരിക്കാം, അല്ലെങ്കിൽ ആ ഡീലിങ്സ് കുറച്ചും കൂടി എളുപ്പമായിരിക്കാം എന്ന് സർക്കാർ കരുതുന്നുണ്ട് എന്ന വിമർശനം വരുന്നതിൽ നമുക്കൊന്നും തന്നെ പറയാനില്ല. ഇതിൽ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, സത്യത്തിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനായി ഈ സംസ്ഥാന സർക്കാർ ഇതിൽ ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വീണ വിജയന്റെ കേസുമായൊക്കെ ബന്ധപ്പെട്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പിടിമുറുക്കിയ സമയം കൂടിയായിരുന്നു അത്. അപ്പോൾ അത്തരത്തിൽ മകളെ രക്ഷിക്കണമെങ്കിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കണം എന്നൊരു അജണ്ട RSS പിണറായിക്ക് മുന്നിൽ വയ്ക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. അങ്ങനെ വച്ചതുകൊണ്ട് അതിൽ സംസാരിക്കാൻ അജിത് കുമാർ എത്താൻ സാധ്യതകളുണ്ടോ? അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കത് എന്താണ് കൃത്യമായി പറയാൻ കഴിയില്ല. പക്ഷേ
RSS അതായത് CPM തീരുമാനിച്ചാൽ പോലും അവിടെ തൃശ്ശൂരിലെ CPMന്റെ അണികൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം CPM പറഞ്ഞാൽ പോലും വോട്ട് ചെയ്യില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ തന്ത്രം പ്രയോഗിച്ചു, അതായത് പൂരം മുടക്കി എന്നാണല്ലോ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. വികാരമാണ് പൂരം. അതെ, അത്രയേറെ അവരിങ്ങനെ രക്തത്തിൽ അലിഞ്ഞതാണ് അവരുടെ പൂരം എന്ന് പറയുന്നത്. അപ്പോൾ ആ പൂരത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പൂരത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത് പാറമേക്കാവ് ദേവസ്വവും അതുപോലെ തന്നെ തിരുവമ്പാടി ദേവസ്വവും ഒക്കെയായി ബന്ധപ്പെട്ട് അതിന്റെ പ്രസിഡന്റുമാരെ പോലും പോലീസ് അകത്തോട്ട് കടത്തിവിടാത്ത അവസ്ഥ വന്നു. എല്ലാവരോടും പോലീസ് തട്ടിക്കയറുന്ന അവസ്ഥ വന്നു. അതെ അതെ, ആനയ്ക്ക് പട്ട കൊടുക്കാൻ പോലും സമ്മതിക്കാത്ത അവസ്ഥ വന്നു. മാധ്യമങ്ങളോട് ചൂടായി സംസാരിക്കുന്നു. ഈ പോലീസിന്റെ ഒരു കൃത്യമായ ഒരു വല്ലാത്തൊരു ഒരു മെന്റാലിറ്റി ആയിരുന്നു അവിടെ കണ്ടത്. അതിന് നേരിട്ട് നേതൃത്വം കൊടുത്തത് തൃശ്ശൂരിലെ സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള അങ്കിത് അശോകാണ്. അങ്കിത് അശോകിന് ഒരു പേടിയും ഇല്ലാതെ, ഒരു പ്രശ്നവും ഇല്ലാതെ ഇത്രയും വലിയ പൂരം നടക്കുമ്പോൾ പാറമേക്കാവ് ദേവസ്വത്തിന്റെ പ്രസിഡന്റിനെ തടയുക എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് എത്ര പിടിപാടുണ്ട്, എത്ര ഉന്നതനാണ് എന്നൊക്കെ നമുക്കറിയാം. അവരെ പോലും തടയാൻ അങ്കിത് അശോക് ഒരു ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ ആരെങ്കിലും ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇത് ചെയ്തത്? ഇനി അതല്ല, ഇത് നേരെ RSS പ്രവർത്തകർക്ക് നേരെ തിരിച്ചുവിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനാണോ എന്നതും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു ഡീലിങ്സ്, ഒരു RSSുമായ ഒരു ഡീലിങ്സ് നടത്താൻ മാത്രം RSS നിൽക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. കാരണം കേരളം പോലൊരു സംസ്ഥാനത്തിനകത്ത് മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കാനായിട്ട് RSSനോട് ഒരു കാര്യം ചെന്ന് ആവശ്യപ്പെടുക, അത് ഏതെങ്കിലും തരത്തിൽ ഒരു ഉദ്യോഗസ്ഥനെയാണ് പറഞ്ഞയക്കുന്നത്. അങ്ങനെ ഉദ്യോഗസ്ഥനെ പറഞ്ഞയക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നാളെ ഈ ഉദ്യോഗസ്ഥൻ തനിക്കെതിരായി മാറുമ്പോൾ ഈ സത്യങ്ങൾ വിളിച്ചു പറയില്ല എന്ന ഒരു ഉറപ്പും പിണറായിക്കോ അല്ലെങ്കിൽ അവരുടെ ആളുകൾക്കോ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഉദ്യോഗസ്ഥന്മാരൊക്കെ തിരിഞ്ഞു കൊത്താം, അതാണ് കാലം. അപ്പം അങ്ങനെ അദ്ദേഹം വിശ്വസിച്ചുകൊണ്ട് ഒരാളെ പറഞ്ഞയക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മറ്റെന്തൊക്കെയോ അജണ്ടകൾ കൃത്യമായി ഈ ഒരു അതായത് റാം മാധവിനെയും RSS നേതാവിനെയും അദ്ദേഹം തൃശ്ശൂരിൽ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു അജണ്ട അദ്ദേഹം സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് പോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ തൃശ്ശൂർ പൂരം അലമ്പാക്കിയതുമായി ബന്ധപ്പെട്ട് ഇതിൽ വലിയ ഇദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ചയുമായി ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കൃത്യമായി ഒരു വർഷം മുൻപാണ്, അതായത് അദ്ദേഹം സന്ദർശിച്ചതിൻ്റെ, അതായത് പൂരം നടക്കുന്നതിൻ്റെ ഒരു വർഷം മുൻപാണ് ഈ സംഭവം നടന്നത്. ഒരു വർഷത്തിനിപ്പുറമുള്ള പൂരം മുടക്കാൻ വേണ്ടി മുൻപേ ഈ ഇത്തരം കാര്യങ്ങൾ സെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് സാമാന്യ ബോധമുള്ളവർക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അല്ല, ഇതിപ്പോ നമ്മൾ ചർച്ച കാണുന്നവർ അല്ലെങ്കിൽ ഈ വാർത്ത പുറത്തു വന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവും. ADGP അജിത് കുമാർ RSS നേതാവിനെ കണ്ടാൽ ഇപ്പോൾ എന്താണ് കുഴപ്പം? GP ജയരാജൻ പ്രകാശ് ജാവേക്കറെ കണ്ടു, EP കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു നടപടി എടുത്തിട്ട് EPയുടെ തലയിലേക്ക് ആ തോൽവിയെ, ഇടതുപക്ഷത്തിന് തോൽവിയെ കെട്ടിവെക്കാൻ ശ്രമിച്ച ഒരു രീതിയൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിലൊരു ചോദ്യം വരും, ഒരു RSS നേതാവിന് ഒരു ADGPക്ക് കാണാൻ പാടില്ലേ എന്നുള്ളൊരു ചോദ്യം വരും. ഇവിടെ ആ ചോദ്യത്തിനപ്പുറം ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിച്ചുകൊണ്ടാണ് ADGP ഈ രണ്ട് RSS നേതാക്കൾ എന്ന് പറയുന്നത് ചെറിയവരല്ല, അല്ലെങ്കിൽ നേതൃനിരയിൽ ഏറ്റവും താഴ്ന്നവരുമല്ല. നേതൃനിരയിൽ ഏറ്റവും, അതായത് RSSന്റെ ഏറ്റവും മേൽത്തട്ടിൽ നിൽക്കുന്ന രണ്ട് ശക്തരായ നേതാക്കളാണ്. ആ രണ്ട് ശക്തരായ നേതാക്കളെ ഒരു ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP കാണാൻ പോകും എന്ന് പറയുമ്പോൾ അത് സംസ്ഥാന സർക്കാരിന്റെ അറിവോടെയാണോ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഒന്നും ADGPക്കെതിരെ സ്വീകരിക്കാതിരിക്കുന്നതും ഇതിനെ ഒരു വലിയ രീതിയിൽ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നതാണ്. പിണറായി അറിഞ്ഞിട്ട് തന്നെയാണോ ഇവർ പോയത്? പൂരം കലക്കാനായി പോലീസ് തന്നെ മുന്നിട്ടിറങ്ങിയോ? അങ്കിത് അശോകിനെ പോലുള്ളവർ അത്തരത്തിൽ എന്തെങ്കിലും നിർദ്ദേശം കിട്ടിയിട്ടാണോ ഇത്തരത്തിൽ പൂരത്തിൽ ബന്ധപ്പെട്ടവരോട് പെരുമാറിയത് എന്നൊക്കെയുള്ള ചർച്ചകൾ വളരെ വലിയ രീതിയിൽ ആളുകൾ ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും സുരേഷ് ഗോപിയുമായി നല്ല അടുത്ത ബന്ധം ADGPക്കുണ്ട്, RSS നേതാക്കളുമായി അടുത്ത ബന്ധം ADGPക്കുണ്ട്. അപ്പോൾ ഇത്തരം ബന്ധങ്ങൾ ഉള്ളപ്പോൾ അത് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ വിശ്വസ്തൻ കൂടിയാണ് MR അജിത് കുമാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ച അപ്പോൾ RSSന്റെ ഒരു രഹസ്യ അജണ്ടയോ രഹസ്യ താല്പര്യമോ രഹസ്യ സ്വഭാവമോ ഇക്കാര്യത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി ഇതിനൊക്കെ മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പ്രത്യേകിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അദ്ദേഹം എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഇനി ഈ നേതാക്കളെ എന്തിനു കണ്ടു? അതൊരു സ്വകാര്യ സന്ദർശനമായിരുന്നു, വ്യക്തിപരമായിട്ടുള്ള കാര്യമായിരുന്നു എന്നൊക്കെയുള്ളതിൻ്റെ കാര്യങ്ങൾ പുറത്തു
പറയേണ്ടത് എം.ആർ. അജിത് കുമാറാണ്. ഇവർ രണ്ടുപേരും അതിന് തയ്യാറാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. അതിൽ ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, കാരണം ഒരു IPS ഉദ്യോഗസ്ഥന് എന്താണ് അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഭാഗമായി എന്തെങ്കിലും ഔദ്യോഗിക കാര്യത്തിന് വേണ്ടി ഏത് നേതാക്കന്മാരെയും അദ്ദേഹത്തിന് കാണാം. രണ്ടാമത്തത്, അദ്ദേഹം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ RSSൻ്റെ നേതാക്കന്മാരെയോ മറ്റാളുകളെയോ കാണാൻ അല്ലെങ്കിൽ അത് കാണാതിരിക്കാനോ അത്തരത്തിലൊരു വിലക്ക്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ആരെങ്കിലും കാണുന്നതിനുള്ള വിലക്ക് നിലവിൽ പോലീസുകാർക്ക് ആർക്കും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയ പ്രവർത്തനത്തിന് വിലക്കുണ്ട്, പക്ഷേ അത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ കാണുന്നതിനോ അവരുടെ സൗഹൃദം പുതുക്കുന്നതിനോ അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്നതിനോ ഒന്നും തന്നെ ഒരു വിലക്കും ഇല്ലാത്തൊരു നാടാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ഈ ചോദ്യം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അദ്ദേഹം, അതായത് എം.ആർ. അജിത് കുമാർ പോയി അദ്ദേഹത്തെ കാണുന്നു, അതായത് RSS നേതാവിനെയും അതുപോലെ തന്നെ റാം മാധവിനെയും കാണുന്ന സമയത്ത് ഈ വിവരം കൃത്യമായി മുഖ്യമന്ത്രിക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് വഴി കിട്ടുന്നുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതുവരെ നമ്മൾ വിചാരിച്ചത് മുഖ്യമന്ത്രി അറിയില്ലായിരുന്നു എന്നാണ്. അല്ല, മുഖ്യമന്ത്രിക്ക് കൃത്യമായ വിവരം കൃത്യമായ സമയത്ത് 2 സന്ദർശനങ്ങളുടെയും വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്പെഷ്യൽ ബ്രാഞ്ച് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി ഇത് അറിഞ്ഞു. മുഖ്യമന്ത്രി ഇത് അറിഞ്ഞിട്ട് പോലും എം.ആർ. അജിത് കുമാറിനോട് യാതൊരുവിധ എന്ത് ചോദിച്ചിട്ടില്ല. അപ്പം അദ്ദേഹം എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നമുക്കറിയില്ല കേട്ടോ. എന്തെങ്കിലും വിശദീകരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സർക്കാരാണ് പറയേണ്ടത്. അപ്പം അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്, എന്തായാലും അദ്ദേഹം അതിൽ എന്ത് നടപടി എന്തായാലും അദ്ദേഹം ഒരു രാഷ്ട്രീയ. അത് മാത്രമല്ല പാർത്ത, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയെ രക്ഷിക്കാനായി അവർക്ക് ബാംഗ്ലൂരിലേക്ക് കടക്കാനുള്ള റൂട്ടുകൾ പറഞ്ഞു കൊടുത്തതും അവർക്ക് വഴികാട്ടിയായതും ADGP അജിത് കുമാർ ആണെന്നുള്ളത് സ്വപ്നയുടെ കൂട്ടാളിയായ സ്വർണ്ണക്കേസിലെ പ്രതിയായ സരിത്ത് തന്നെ ഇന്ന് മാധ്യമങ്ങളോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഏതൊക്കെ തരത്തിലാണ് ബന്ധങ്ങൾ നീങ്ങുന്നത്, കേരള രാഷ്ട്രീയത്തിൽ എന്തൊക്കെയാണ് ജയിപ്പിച്ചിട്ട ജനങ്ങൾ അറിയാതെ നടക്കുന്നത് എന്നുള്ളത് നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന കാര്യമാണ്. എന്തായാലും പിണറായി അറിയാതെ സ്വപ്നയെ ഇവിടെ നിന്ന് കടത്താനോ സ്വപ്നയ്ക്ക് വഴികാട്ടാനോ ADGP തയ്യാറാകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. മാത്രമല്ല RSS നേതാക്കളെ കണ്ട്, അത് പിണറായി അറിയാതെ RSS നേതാവിനെ കാണാനുള്ള ധൈര്യമൊന്നും ADGP അജിത് കുമാറിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇതൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടുകൂടി തന്നെ ആയിരിക്കണം നടന്നത്. അല്ല എങ്കിൽ മൗനം വെടിഞ്ഞുകൊണ്ട് പിണറായി അതിനുള്ള മറുപടി പറയണം. അല്ല, അതിൽ എൻ്റെ ഒരു ഭാഗം ഞാൻ വിശ്വസിക്കുന്നത്, ഈ എം.ആർ. അജിത് കുമാറിന് കുറച്ച് കാലമായിട്ട് ഈ വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡൽ ഇങ്ങനെ കിട്ടിയിട്ടില്ല. അത് കേന്ദ്ര ഇന്റലിജൻസ് സംവിധാനങ്ങൾ അടക്കമുള്ളവർ അതിന് അങ്ങനെ ഒരു ശുപാർശ വരുമ്പോൾ തന്നെ അവർ അതിന് നോമിനേറ്റ് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ എം.ആർ. അജിത് കുമാർ സർക്കാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയത്തിനാണ് അവരെ കാണാൻ പോയതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പകരം എം.ആർ. അജിത് കുമാറിന്റെ എന്തെങ്കിലും പേഴ്സണൽ വിഷയവുമായി ബന്ധപ്പെട്ടായിരിക്കാം പോയിട്ടുണ്ടാവുക. മാത്രമല്ല, പക്ഷേ ഇതിന് സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി മൗനാനുവാദം കൊടുത്തു. കാര്യം സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട അടക്കം ഉൾപ്പെടെ ഈ സ്വപ്നയുമായി ബന്ധപ്പെട്ട കേസ് ഒതുക്കാനും അങ്ങനെ പലതിനും എം.ആർ. അജിത് കുമാർ നിലവിൽ കൂട്ടുനിന്നിട്ടുണ്ട് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ മുഖ്യമന്ത്രിയെ സഹായിക്കുന്ന ഒരു മനുഷ്യൻ, പി ശശിയുടെ അടുത്തുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെതായ കാര്യങ്ങൾ നിറവേറാൻ വേണ്ടി RSS നേതാക്കന്മാരെ കാണാൻ മുഖ്യമന്ത്രിയുടെ മൗനാനുവാദത്തോടെ അദ്ദേഹം പോയി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അതല്ല, അതിലപ്പുറത്തേക്ക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും.